ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 11 ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റെഡിയായി. ഞാൻ പിന്നെ മുകളിലൊക്കെയുള്ള എല്ലാ കതകുമൊക്കെ കുറ്റിയിട്ട് കുഞ്ഞിക്കും പോകണമായിരുന്നു ഓഫീസിൽ. അപ്പോൾ എല്ലാ കതക് ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ താഴെ ഇറങ്ങിപ്പോയി. ഇതെനിക്ക് ബർത്ത്ഡേ ആയിരുന്നുകൊണ്ട് കുഞ്ഞ് മേടിച്ച് തന്നതാട്ടോ ഈ ചോക്ലേറ്റ്. പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും കല്ലു ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവൾ ട്യൂഷന് പോയി. പിന്നെ ഞങ്ങളെല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. അമ്മൂട്ടനെ കൊണ്ട് അപ്പൂപ്പൻ്റെ അമ്മയുടെ അടുത്താക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്നും. വണ്ടി കൊണ്ട് ചാർജ് ചെയ്യാനും വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചേർത്തലയുള്ള മധുച്ചേട്ടൻ്റെ കടയിലോട്ടാട്ടോ പോയത്. ആകെ കൂടെ ആ കടയിനെ പറ്റിയിട്ട് അച്ഛൻ എപ്പോഴും ഒരിക്കൽ പോയിട്ട് വന്നിട്ടുള്ള അച്ഛൻ്റെ ഹൈപ്പ് പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൻ ഹൈപ്പിലൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. എന്താ പറയണത്, ഇങ്ങനെ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും അച്ഛൻ പറയണം മധുച്ചേട്ടൻ്റെ കടയിൽ നിന്ന് കഴിച്ച് നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ഹൈപ്പിലാണ് പോയത്. ബട്ട് ഹൈപ്പെല്ലാം ഭയങ്കര വേർത്തിട്ടായിരുന്നു എന്ന് അവിടെ പോയി കഴിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. ഞങ്ങളെ കൊണ്ട് കിച്ചണെല്ലാം കാണിച്ചു തന്നതിന് ശേഷമായിട്ടാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ട് തന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പം അങ്ങനെ പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങളൊരു പുഡിങ്ങൊക്കെ മേടിച്ചു. ഞാനൊരു പുഡിങ് മേടിച്ചു, അതൊക്കെ കഴിച്ചു. അത് നല്ലതായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു സുഖമായ ഉറക്കമായിരുന്നു. പിന്നെ ബോധം തെളിയുന്നത് എന്തോ 7 മണി എന്തോ ആയപ്പോഴാട്ടോ പിന്നെ ബോധവും വെളിവും ഒക്കെ വരണത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരിടത്ത് കയറി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു. ബൈ ഗൈസ്.